എല്ലാവർക്കും യേശുവിൻ നാമത്തിൽ വന്ദനം. ഓരോ രാത്രികളിലും പ്രാർത്ഥനയോടെ കിടന്നുറങ്ങിയ നാം ഓരോരുത്തരും പുതിയ പുതിയ പ്രഭാതങ്ങൾ കാണാൻ നമ്മുടെ കണ്ണുകളെ തുറന്ന് ആരോഗ്യവായുസ്സും തന്ന് ഓരോ ദിവസവും വഴി നടത്തുന്ന കർത്താവിനെ നാം വളരെ വളരെ സന്തോഷത്തോടെയും ഉന്മേഷത്തോടെയും ഹൃദയ പരമാർത്ഥതയോടുകൂടി സേവിക്കണം. ദൈവം തന്ന ആയുസ്, ദൈവമുണ്ടാക്കിയ ദിവസം ചെലവഴിക്കണം. ഓരോ ആയുസ്സും ദൈവം തന്നതാണ്. ദൈവം ഉണ്ടാക്കിയ ദിവസത്തിൽ ദൈവം തന്ന ആയുസ്സിനെ വിവേകത്തോടെ ഉപയോഗിക്കണം. പാപം ചെയ്യരുത്, തെറ്റായ വഴിയിൽ പോകരുത്, ശേഷം മനുഷ്യരെ പോലെ ജീവിക്കരുത്. ദൈവം തന്ന ആയുസ് ദൈവം ഉണ്ടാക്കിയ ദിവസം വിശ്വസ്തയോടെ ഉപയോഗിക്കണം. അങ്ങനെ ചെയ്യുന്നവരുടെ ജീവിതം അനുദിനം പച്ചയെ പിടിച്ച് പുഷ്ടി വെച്ചും സമൃദ്ധി കൊണ്ട് നിറഞ്ഞുമിരിക്കും. ദൈവം ആയുസ്സിനെ നീട്ടിത്തരും, ചെറിയ ആയുസ്സിനെ വലുതാക്കി തരും, ചെറിയ ആരോഗ്യത്തെ വലുതാക്കി തരും, ജീവനെ സമൃദ്ധമായ ജീവനാക്കി മാറ്റും, വിടുതലിനെ വലിയ വിടുതലുകളാക്കി മാറ്റും. കർത്താവിന് മാത്രമേ ഇതെല്ലാം ചെയ്യാൻ കഴിയൂ. നമ്മുടെ യേശു കർത്താവ് ഇന്നലെ ഇന്നും എന്നേക്കും അനന്യനാണ്, മാറ്റമില്ലാത്തവനാണ്. ഇന്നലകളിൽ പ്രവർത്തിച്ച കർത്താവ് ഇന്നും നാളെയും നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. യേശുവിൽ ആശ്രയിക്കാം. ഹൃദയ പരമാർത്ഥതയോടെ, പൂർണ്ണ ഹൃദയത്തോടെ യേശു കർത്താവിനെ നമുക്ക് ചേർന്ന് പാടി ആരാധിക്കാം. Our God reigns forever, your kingdom reigns. Our God reigns. Our God reigns forever. Your kingdom reigns. Our God reigns. Oh, our God reigns forever. Your kingdom reigns. Yes, our God reigns, yeah. Our God reigns forever. Your kingdom reigns. Tu Raj karai, tu Raj karai, tu Raj karai, सारे दुनिया पे घुटने टिके, सारे घुटने टिके, घुटने टिके यीशु नाम के लिए. तू राज करे, तू राज करे, तू राज करे, सारे दुनिया पे घुटने टिके, सारे घुटने टिके, घुटने टिके यीशु नाम के लिए. राज करे, तू राज करे, तू राज करे, तू राज करे, सारे दुनिया पे घुटने टिके, सारे घुटने
यीशु तू ही है खुदा, तू राज करे, तू राज करे, तू राज करे सारी दुनिया पे। घुटने टिके सारे घुटने टिके, घुटने टिके यीशु नाम के लिए। तू राज करे, तू राज करे, तू राज करे सारे दुनिया पे। घुटने टिके सारे घुटने टिके, घुटने टिके यीशु नाम के लिए। He reigns, yes he reigns, forever he reigns. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിലെ 2-ാം വാക്യമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വായിച്ചത്. നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. കൃപയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ചിന്തിച്ചു. സമാധാനം. യേശു പറഞ്ഞു, നിങ്ങളൊരു വീട്ടിൽ പോയാൽ ആ വീടിന് നിങ്ങളിലുള്ള സമാധാനം കൊടുക്കണം, സമാധാനം ഉണ്ടാക്കണം. ഗിരിപ്രഭാഷണത്തിൽ യേശു പറഞ്ഞു, സമാധാനം ഉണ്ടാക്കുന്നവർ അനുഗ്രഹീതർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. ഒരു വീട്ടിൽ ദൈവ പൈതങ്ങൾ എത്ര പേരെന്നുള്ളത് രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നവരല്ല, സമാധാനം ഉണ്ടാക്കുന്നവരാണ്. ഓ, ഞങ്ങളെല്ലാവരും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവരാണ്, ഞങ്ങളെല്ലാവരും അന്യഭാഷ പറയും. ഇല്ല. ഫലത്താൽ ആരാണ് ഒരു വീട്ടിൽ ദൈവ പൈതലെന്ന് എങ്ങനെ അറിയാം? ആ വീട്ടിൽ സമാധാനം ഉണ്ടാക്കുന്നവർ. പിതാവാം ദൈവത്തിൽ നിന്നും പുത്രനിൽ നിന്നും പ്രാപിച്ച സമാധാന സമൃദ്ധിയുള്ളവർക്ക് സമാധാനം ഉണ്ടാക്കാൻ കഴിയും. നിങ്ങൾക്കത് ഉണ്ടാകട്ടെ. പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥിക്കുകയാണ്, നിങ്ങൾക്കത് ഉണ്ടാകണം. ആരോടാ പറയുന്നത്? രക്ഷിക്കപ്പെട്ടവരോട്. രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി സമാധാന സമൃദ്ധിയിൽ നിറയണം, കൃപയിൽ നിറയണം, സമാധാന സമൃദ്ധിയിൽ നിറയണം. നിങ്ങളൊരു വീട്ടിൽ ചെന്നാൽ നിങ്ങൾ ആ വീടിനെ സമാധാനം കൊടുക്കണം, സമാധാനം ഉണ്ടാക്കണം. നിങ്ങളുടെ സമാധാനം അത്രത്തോളം സമൃദ്ധമായിരിക്കണം. നമ്മിൽ നിറഞ്ഞു കവിയുന്നതേ മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയും. എൻ്റെ കയ്യിൽ 1000 രൂപയുണ്ടെന്നിരിക്കട്ടെ. ഞാനൊരു വീട്ടിൽ പോകുമ്പോൾ ആ വീട്ടിൽ ഞാൻ 1000 രൂപ കൊടുക്കില്ല. കാരണം എൻ്റെ യാത്രയ്ക്കുള്ളതും എൻ്റെ തിരിച്ചു പോകാനുള്ളതും എൻ്റെ യാത്രയിൽ ഭക്ഷണം കഴിക്കാനുള്ളതും എല്ലാം ഞാൻ കണക്ക് കൂട്ടിയിട്ട് ആ വീട്ടിൽ എന്തെങ്കിലും ഞാൻ ചിലവാക്കണമെങ്കിൽ ഒരുപക്ഷെ ഒരു 250 രൂപ ചിലവാക്കും. 750 രൂപയുടെ ആവശ്യം എനിക്കുണ്ട്. എൻ്റെ വണ്ടിക്ക് പെട്രോൾ അടിക്കണം. അപ്പോൾ നമ്മൾ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു കുടുംബത്തിലേക്ക് സമാധാനം കൊടുക്കണമെങ്കിൽ ഒരു കവിഞ്ഞൊഴുകുന്ന സമാധാനം നാം ദൈവത്തിൽ നിന്ന് സ്വീകരിക്കണ്ടേ? നദി പോലെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുമെന്ന് യെശയ്യാവിൽ പറയുന്നു. അപ്പോൾ സമാധാന സമൃദ്ധി കവിഞ്ഞൊഴുകാത്ത ഒരു വ്യക്തിക്കും ഒരു വീട്ടിലും പോയി സമാധാനം ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് രക്ഷിക്കപ്പെട്ട എല്ലാവരും സമാധാനം ഉണ്ടാക്കാത്തത്. കാരണം സമാധാനം ഉണ്ടാക്കാൻ അതിനുള്ള സമാധാന സമൃദ്ധി ആ വ്യക്തിയിലില്ല. ദൈവത്തിൽ നിന്ന് നിങ്ങളിത് പ്രാപിക്കണം, നിങ്ങൾക്കത് ഉണ്ടാകണം എന്ന് പൗലോസ് പറയുന്നു. അതിൻ്റെ കാരണം രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് സമാധാനമുണ്ട്. ഞാനിപ്പോൾ മരിച്ചാൽ സ്വർഗത്തിൽ പോകും, ഞാൻ നിത്യജീവൻ്റെ അവകാശിയായി. ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. നരകം മാറിപ്പോയി, ന്യായവിധി മാറിപ്പോയി, മരണം മാറിപ്പോയി,
ശാപം എന്നെ തൊടുകയില്ല. ആ വ്യക്തിയുടെ ജീവിതത്തിന് വേണ്ട സമാധാനമുണ്ട്. സമാധാനമോ, യേശുവിനെ സ്വീകരിച്ചല്ലോ, കർത്താവേ എപ്പോൾ വന്നാലും നീ എന്നെ കൊണ്ടുപോകുമല്ലോ. വ്യക്തിപരമായി സമാധാനമുണ്ട്. എന്നാൽ മറ്റൊരാൾക്ക് കൊടുക്കാനുള്ള സമാധാന സമൃദ്ധി ആ വ്യക്തിക്കില്ല. അത് ദൈവ സന്നിധിയിൽ ഇരുന്ന് പ്രാപിക്കണം. ആരോടാ പറയുന്നത്? ക്രിസ്തുവേശുവിൽ വിശ്വാസം അർപ്പിച്ച വിശുദ്ധന്മാരോട് പറയുന്നു, നിങ്ങൾക്ക് ഈ കൃപയും സമാധാനവും ഉണ്ടാകണം. നമ്മിലുള്ള സമാധാനത്തെ സമൃദ്ധമായി കവിഞ്ഞൊഴുകുന്ന നദി പോലെ ഒഴുകുന്ന ഒരു സമാധാനമാക്കി നമ്മൾ വർദ്ധിപ്പിക്കണം. അങ്ങനെ നാം ചെയ്യുമ്പോൾ, നമ്മളൊരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ആ വീടിന് സമാധാനമുണ്ടാകും. വ്യക്തിപരമായി പറഞ്ഞാൽ ഒരു വീട്ടിലെ അടുത്ത ആൾക്ക് പോലും സമാധാനം കൊടുക്കാനുള്ള സമാധാനം പലർക്കും ഇല്ല. ചിലരെപ്പോഴും ഇങ്ങനെ ഇരിക്കും, കാണുമ്പോഴേ ബാക്കിയുള്ളവരുടെ സമാധാനം കൂടി പോകും. വേറെ ചിലർ പറയും, ഇന്ന് എനിക്കൊന്നും കഴിക്കാൻ വേണ്ട. എന്താ? വേണ്ട, ബാക്കിയുള്ളവരുടെ സമാധാനം കൂടി കെടുത്തു. ചില കുഞ്ഞുങ്ങളുണ്ട്, മാതാപിതാക്കളുടെ സ്വസ്ഥതയും സമാധാനവും കെടുത്തു. ആ കുഞ്ഞുങ്ങളിൽ സമാധാന അന്തരീക്ഷമില്ല. മാത്രമല്ല, ആ അസമാധാനത്തെ അതിജീവിക്കാനുള്ള, ഓവർടേക്ക് ചെയ്യാനുള്ള സമാധാനം ഈ മാതാപിതാക്കൾക്കും ഇല്ല. സമാധാന സമൃദ്ധി. എല്ലാവരും ഒന്ന് പറഞ്ഞേ, സമാധാന സമൃദ്ധി. ദൈവത്തിൻ്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു എന്ന് വായിക്കുന്ന പോലെ സമാധാനത്തിൻ്റെ സമൃദ്ധി. സ്വർഗം മുഴുവനും സമാധാനത്തിൻ്റെ ഇടമാണ്. അതുകൊണ്ടാ ദാവീദ് പറഞ്ഞത്, അവൻ എന്നെ പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് കിടത്തും, സ്വസ്ഥതയുള്ള വെള്ളത്തിന് അരികത്തേക്ക് നടത്തും. നല്ല ഇടയൻ, ദൈവമായ കർത്താവ് തൻ്റെ ആടുകൾക്ക് വേണ്ടി ചെയ്യുന്നതാണ്. നമ്മെക്കുറിച്ച് ദൈവത്തിൻ്റെ തിരിഹിതം സ്വസ്ഥതയും സമാധാനവും. പച്ചയായ പുൽപ്പുറം. ആട് തിന്ന് അവിടെ തന്നെ കിടന്നുറങ്ങും. ജീവിതകാലം മുഴുവൻ തിന്നാനുള്ള പുല്ലിൻ്റെ മുകളിൽ കിടന്നുറങ്ങാനുള്ള ഒരു അവസരം കൂടിയാണ് ഇടയൻ ഈ ആടിന് കൊടുക്കുന്നത്. വലിയ കുന്നും മലകളും മുഴുവനും പച്ചപ്പുൽ മേടുകളാണ്. വടിയും കോലും പിടിച്ച് ഇടയൻ ഇരിക്കുകയാണ്. ഒരു ക്ഷുദ്രജീവിയോ ഒരു ക്രൂരജീവിയോ അടുത്തു വരികയില്ല. തിന്ന് ഒടുവിൽ പച്ചയായ പുൽപ്പുറത്ത് നിന്ന് സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്കും കൊണ്ടുപോകും. അതാണ് സമാധാനം സമൃദ്ധിയിൽ നടത്തുന്ന ദൈവപുത്രനെ നമ്മൾ കാണുന്നു. യേശു ക്രിസ്തു നമുക്ക് തന്ന സമാധാനം അവൻ്റെ നിറവിൽ നിന്ന് എല്ലാവർക്കും കൃപമേൽ കൃപ. യേശു ക്രിസ്തുവിൻ്റെ സമാധാന സമൃദ്ധിക്ക് അളവില്ല, നദി പോലെയാണ്. ഇതുപോലെ തന്നെ ക്രിസ്തുവേശുവിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എവിടെ ചെന്നാലും കൂടെയുള്ള എല്ലാവർക്കും ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാക്കണം. ആ അന്തരീക്ഷം നമ്മൾ സൃഷ്ടിക്കണം. ശേബാരാജ്ഞി ഭൂമിയുടെ അതിരുകളിൽ നിന്ന് വന്നെന്നു. അവൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് സമാധാനം പറയാത്തതായി യാതൊന്നും അവനുണ്ടായിരുന്നില്ല. എല്ലാ ചോദ്യങ്ങൾക്കും, ശേബാരാജ്ഞിയുടെ സകല ചോദ്യങ്ങൾക്കും ശലോമോൻ സമാധാനം പറഞ്ഞു. അതായത് അവൾക്ക് ടെൻഷൻ അടിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടായിരുന്നു, വലിയ അസ്വസ്ഥമാക്കുന്ന കുറേ കാര്യങ്ങളുണ്ടായി. ശലോമോൻ അതിന് ഒന്ന് രണ്ട് മറുപടി പറഞ്ഞപ്പോൾ അവൾക്ക് സമാധാനമായി. അത്രേ ഉള്ളല്ലേ, രാജ്യത്തിൻ്റെ ഇന്ന കാര്യം എങ്ങനെ ചെയ്യും, അതിങ്ങനെ ചെയ്താൽ മതി. സമാധാനമായി. ജ്ഞാനം ദൈവത്തിൽ നിന്ന് മറ്റുള്ളവർക്ക് ആശ്വാസവും സ്വസ്ഥതയും പകരുന്ന ദൈവിക ജ്ഞാനം ശലോമോൻ പ്രാപിച്ചതുപോലെ ഏത് ചോദ്യത്തിനും, മനുഷ്യന് 100 ചോദ്യമാണ്, നാളെ എന്തായി തീരും, അതിന് ഇന്നത് ചെയ്താൽ മതി, അത്രയേ ഉള്ളല്ലേ. സമാധാനം, ദൈവിക സമാധാനം. ഓരോ ചോദ്യങ്ങൾക്ക് ദൈവം മറുപടി തരും. ഇതുപോലെ തന്നെ ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരായി നിൽക്കുന്ന നമ്മൾ
ദൈവം കൊടുക്കുന്ന പോലെ സമാധാനം മറ്റുള്ളവർക്ക് കൊടുക്കണം. ആര്? വിശുദ്ധന്മാരുടെ ജോലിയാണ് സമാധാനം കൈമാറുക. ഇന്നിത് കേൾക്കുന്ന ഓരോ വീടുകളിലും ഇത് കേൾക്കുന്നവർ, കേൾക്കാത്തവരുടെ കാര്യത്തിൽ എനിക്ക് ഒരു ഉത്തരവാദിത്വമില്ല. ഇത് കേൾക്കുന്നവരോട് പറയാം, നിങ്ങൾ ദൈവ സന്നിധിയിൽ ഇരുന്ന് ദൈവത്തിൻ്റെ സമാധാന സമൃദ്ധിയെ സ്വീകരിക്കണം. ദൈവ സാന്നിധ്യത്തിൽ ഇരിക്കണം. യേശുവിനെ നോക്കിയേ, ആ ഗെത്സമനയിൽ യേശു ഉറച്ച നിലവിളിയും കണ്ണുനീരൊക്കെ ആണെങ്കിലും പീലാത്തോസിന്റെ മുൻപിൽ സമാധാനത്തോടെ നിൽക്കുന്നു. രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ മൗനമായി നിൽക്കുന്നു. ഒരു ടെൻഷനുമില്ല യേശുവിന്. ക്രൂശ് ചുമക്കുമ്പോൾ സമാധാനമാണ്, ക്രൂശിൽ കിടക്കുമ്പോൾ സമാധാനമാണ്. നിവർത്തിയായി എന്ന് പറഞ്ഞ് സമാധാനത്തോടെ യേശു തൻ്റെ പ്രാണനെ പിതാവിൻ്റെ കയ്യിൽ കൊടുക്കുന്നു. ക്രൂശിൽ പോലും യേശു സമാധാനമുള്ളവനായിരുന്നു. യൂദ ഒറ്റിക്കൊടുക്കുമ്പോൾ അവൻ സമാധാനമുള്ളവനായിരുന്നു. നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും. ടെൻഷൻ അടിച്ചല്ല, ഒരുത്തൻ കള്ളനാണ്, അയ്യോ എനിക്കെന്തോ വരാൻ പോകുന്നു, ഇതൊന്നുമല്ല യേശു പറഞ്ഞത്. നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും. എന്നിട്ട് അവനോട് പറഞ്ഞു, നീ ചെയ്യാനുള്ളത് വേഗത്തിൽ ചെയ്തു കൊള്ളുക. എല്ലാ സാഹചര്യങ്ങളിലും സമാധാന സമൃദ്ധിയിൽ ജീവിക്കാൻ യേശു കർത്താവിന് കഴിഞ്ഞു. എന്നിട്ട് യേശു പറഞ്ഞു, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നു. 3 ദിവസമായിട്ട് പുരുഷാരം യേശുവിൻ്റെ ചുറ്റുമാണ്. 3 ദിവസമായിട്ട് ആരും ഒന്നും കഴിച്ചിട്ടില്ലെന്ന് വിചാരിക്കേ. യേശുവിന് ഒരു ടെൻഷനുമില്ല, ഭയങ്കര സമാധാനമാണ്. താൻ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് താൻ അറിഞ്ഞിരുന്നു. നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പേൻ. അവർ ടെൻഷൻ അടിക്കുകയാണ്, 200 പണത്തിന് എന്ത് ചെയ്യാൻ പറ്റും? കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ പക്കൽ എന്തുണ്ട്? 5 അപ്പം 2 മീൻ ഒരു ബാലകന്റെ കയ്യിൽ കൊണ്ടുവാ. പുരുഷാരത്തെ പന്തി പന്തിയായി ഇരുത്തുവിൻ. യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കി, എന്തൊരു സമാധാനത്തിലാണതെല്ലാം. സ്വർഗത്തിലേക്ക് നോക്കി വാഴ്ത്തി നുറുക്കി ഇവരുടെ കയ്യിൽ കൊടുത്തു. ശേഷിച്ചത് 12 കൊട്ട. സാമ്പത്തിക വിഷയത്തെക്കുറിച്ച് യാതൊരു ടെൻഷൻ യേശുവിനില്ല. സമാധാനം. പത്രോസിനോട് പറഞ്ഞു, കൈസർക്ക് കരം കൊടുക്കണോ? പത്രോസ് പറഞ്ഞു, വേണം, കരം കൊടുക്കണം. എന്നാൽ നീ കടലിൽ പോയി ചൂണ്ടയിട്ട് ആദ്യം കിട്ടുന്ന മീൻ്റെ വായിൽ നിന്ന് കിട്ടുന്ന ആ ചതുർദ്രഹ്മ പണം, 4 ദ്രഹ്മ, അത് കൊണ്ടുവാ. 2 ദ്രഹ്മ എനിക്കും 2 ദ്രഹ്മ നിനക്കും ആയിട്ട് ടാക്സ് കൊടുക്കുക. അതിൻ്റെ അർത്ഥം കർത്താവിൻ്റെ കാര്യങ്ങൾ നോക്കുന്നവന് ആയിട്ട് കർത്താവ് 50-50ആണ്. ഈ സത്യം നിങ്ങൾ അറിയണം. അവിടെ യാക്കോബ്, യോസ, യൂദ, പത്രോസിനെ വിളിച്ചു കൊണ്ടുവന്ന അന്ത്രയോസ്, ഇവരെല്ലാം ഉണ്ടായിട്ടും അവരുടെ കൂടി ചേർത്ത് യേശു ഒന്നും ചെയ്തില്ല. പത്രോസെ, നീ എനിക്ക് വേണ്ടി കരം കൊടുക്കാൻ പോയാൽ നിന്റെ കാര്യവും ഓക്കെയാണ്. 50-50. കർത്താവിന് വേണ്ടി നിൽക്കാമോ? കർത്താവിൻ്റെ കാര്യം നടക്കും, നമ്മുടെയും കാര്യം നടക്കും. കർത്താവുമായിട്ടൊരു 50-50ക്ക് ആരുണ്ട്? കർത്താവിന് ഒരു ടെൻഷനും ഇല്ല. ടാക്സ് അടക്കാൻ പോകുന്നു, എന്തായി തീരും? സാമ്പത്തികമായി ഒരു ഭയവുമില്ല, മരണഭയമില്ല. കാരണം ഞാൻ മരിച്ചാൽ ഉയർത്തെഴുന്നേൽക്കും. അതിൻ്റെ പേരാണ് സമാധാനം. ഈ മന്ദിരം പൊളിപ്പീൻ, 3 ദിവസം കൊണ്ട് ഞാൻ അതിനെ പണിയും. ഞാൻ വന്നത് നിലത്ത് വീണ് ചാകാനാണ്. ചത്താൽ ഞാൻ അധികം വിളവുള്ളവനായി എഴുന്നേറ്റ് വരും. മരിക്കുന്നതിന് മുമ്പ് മരണവും ഉയർപ്പും എല്ലാം കർത്താവ് അങ്ങോട്ട് പറഞ്ഞു. ആ യേശുവിൻ്റെ മുഖത്ത് ഒരു നിരാശയുടെ ഒരു അന്തരീക്ഷം ഈ ശിഷ്യന്മാരാരും കണ്ടില്ല. അതുകൊണ്ട് യേശുവിൽ വിശ്വാസം അർപ്പിച്ച ഇവർ ജയിലിൽ കിടന്നുറങ്ങി. കാരാഗ്രഹത്തിൽ പാടി, ജയിലിൽ അവർ പാടി സ്തുതിച്ചു, കിടന്നുറങ്ങി. ഇവർക്ക് പേടിയെന്നുള്ളത് അവരെ നഷ്ടപ്പെട്ടു. കാരണം എന്താണ്? സമാധാനത്തിൻ്റെ
നിറകുടമായ കർത്താവിൻ്റെ കൂടെയായിരുന്നു. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തി 4 ഇവർ പഠിപ്പില്ലാത്ത ഒരു സാമാന്യരും എന്ന് ഈ പരീശന്മാരും ശാസ്ത്രിമാരും ഒക്കെ നോക്കിയിട്ട് പറയുകയാണ്. ഇവർക്ക് എവിടെ നിന്ന് ഈ ജ്ഞാനം, ഇവർക്ക് എവിടെ നിന്ന് ഈ ധൈര്യം? ഇവർക്ക് പേടിയില്ല എവിടെ നിൽക്കാനും, ഭയങ്കര സമാധാനമുണ്ട് എവിടെ ചെന്നാലും. പിന്നെ ഇതിനെ പേടിക്കുന്നത്? ഇവർ യേശുവിൻ്റെ കൂടെ ഉള്ളവരായിരുന്നു എന്ന് എല്ലാവരും അറിഞ്ഞു. യേശു പറഞ്ഞു, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തരും. യേശു തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് സമാധാനം. ഈ ഭൂമിയിൽ 99.99% പേർക്കും ഇല്ലാത്തതും വേണ്ടതുമായ വിലയേറിയ അനുഗ്രഹം ലഭിച്ച വിശുദ്ധന്മാരാണ് നാം. എന്തിനേറെ പറയുന്നു, രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ പലർക്കും ഇതില്ല. ഇരുന്ന് അത് പ്രാപിക്കണം. നിങ്ങൾക്ക് പിതാവാം ദൈവത്തിൽ നിന്നും യേശു ക്രിസ്തുവിൽ നിന്നും കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇത് പ്രാപിക്കണം, ഇരുന്ന് പ്രാപിക്കണം. ഈ ദിവസങ്ങളിൽ കർത്താവേ, അങ്ങയുടെ സമാധാനത്തിൽ എന്നെ നിറക്കണേ. ഒരു പേടിയും ഉണ്ടാകത്തില്ല, നാളെയെക്കുറിച്ച് ഒരു ആകുല ചിന്തയും വരില്ല. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം, വിചാരങ്ങളെ ഓടിച്ചു കളയുന്ന വലിയ സമാധാനം. സകല ബുദ്ധിയും കവിയുന്ന, ബുദ്ധി എപ്പോഴും ആശങ്ക തരും. അയ്യോ എന്താ അങ്ങനെ പോയി, ആ കുഞ്ഞിൻ്റെ കല്യാണം 17 വയസ്സിൽ നടന്നു, ഈ കുഞ്ഞിൻ്റെ കല്യാണം 12 വയസ്സിൽ നടന്നു, ഒളിച്ചോടിയതാണ്. എൻ്റെ കുഞ്ഞിൻ്റെ കല്യാണം 21 നടന്നിട്ടില്ല. ബുദ്ധി അവിടെ ഇവിടെ നോക്കി കണക്ക് കൂട്ടുന്ന, സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം. എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം, കുഞ്ഞിനെ തന്നെങ്കിൽ കർത്താവ് കാര്യങ്ങൾ ചെയ്യും. എൻ്റെ ദൈവം, വിളിച്ച ദൈവം വിശ്വസ്തനാണ്. വാ തന്നെങ്കിൽ കഴിക്കാനുള്ളതും ദൈവം കരുതി വെച്ചിട്ടുണ്ട്. ആമാശയം തന്നിട്ടുണ്ടെങ്കിൽ ദഹിക്കാനുള്ളതും ദൈവം എനിക്ക് തരും. വിശ്വാസം, എൻ്റെ ദൈവം എന്നെ നടത്തും. എൻ്റെ വിശപ്പിനുള്ളത്, എൻ്റെ ജീവിതത്തിന് വേണ്ടതൊന്നും എനിക്ക് കുറഞ്ഞു പോകില്ല. എൻ്റെ ദൈവം, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കും. ധൈര്യപ്പെടുക, അതുണ്ടാകട്ടെ. ദൈവത്തിൽ നിന്ന്, പുത്രനിൽ നിന്ന് നിങ്ങൾക്കതുണ്ട്. ദൈവത്തിലുണ്ടായ സമാധാനവുമായി പുത്രൻ ഭൂമിയിലേക്ക് വന്നു. പുത്രൻ അത് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തു. അവർ ഭൂമിയെ കീഴ്മേൽ മറിച്ചു സമാധാനം കൊണ്ട്. സമാധാന വിപ്ലവം തന്നെ നടത്തി. അതിനുവേണ്ടിയാണ് ദൈവം നമ്മെ നിർത്തിയിരിക്കുന്നത്. സമാധാന വിപ്ലവം. ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചും ദ്രോഹിക്കുന്നവരെ സ്നേഹിച്ചും സമാധാന വിപ്ലവം നടത്താൻ ദൈവമാക്കിയവരാണ് ദൈവമക്കൾ. പ്രാർത്ഥിക്കാം യേശുവിൻ്റെ നാമത്തിൽ. ഇന്ന് കേട്ട ഓരോ പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തിൽ പരിമിതികൾക്കപ്പുറമുള്ള ഒരു വലിയ സമാധാനം അവരിൽ നിറയട്ടെ. ഈ മക്കളുടെ വീട് സമാധാനം കൊണ്ട് നിറയട്ടെ. പോകുന്ന ഇടങ്ങളിൽ സമാധാന സമൃദ്ധി ഉണ്ടാകട്ടെ. ഇവരെ അനുഗ്രഹിക്കുന്നു. അത്ഭുതങ്ങൾ ഇവരിൽ സംഭവിക്കണം. ഇവർ മുഖാന്തരം ഒത്തിരി ജനങ്ങളുടെ സമാധാനം വർദ്ധിക്കട്ടെ. നിരാശകൾ മാറിപ്പോകട്ടെ. മരണഭയം മാറിപ്പോകട്ടെ. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നു. വേണ്ടപ്പെട്ട ആലോചനകൾ, ഈ അത്യാവശ്യമായി നമുക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അരുളപ്പാടുകളാണ് ദൈവം നമ്മളോട് ഈ ദിവസങ്ങളിൽ ജീസസ് എവരിഡേ എന്ന പ്രാർത്ഥനയിലൂടെ, എഫേസ്യ ലേഖനത്തിലൂടെ സംസാരിക്കുന്നു. മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്യണം. അവർ ഇത് കേൾക്കട്ടെ. അവരുടെ വീടുകൾ അനുഗ്രഹത്തിൻ്റെ വീടുകളാകട്ടെ. എല്ലാ ദിവസവും യേശു എല്ലാ വീടുകളിലും എത്തിച്ചേരട്ടെ. ഈ ജീസസ് എവരിഡേ എന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ മീഡിയ പ്രോഗ്രാം നിങ്ങൾ അറിയണം, വലിയ ചെലവുള്ള ഒരു പ്രോഗ്രാമാണ്. നിങ്ങളുടെ ചെറിയ കൈത്താങ്ങലാണെങ്കിലും നിങ്ങളുടെ സാമ്പത്തിക കൈത്താങ്ങൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ദൈവരാജ്യം പണിയാം. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. നാളെ ഇതേ സമയത്ത് കാണാം. ഗോഡ് ബ്ലെസ് യു.